ഇന്ന് വൈകുന്നേരം വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല വെയിൽ കണ്ടു. അങ്ങനെ ചുമ്മാ മുറ്റത്തേക്കൊക്കെ ഒന്ന് നോക്കി നിന്ന് കഴിഞ്ഞപ്പോൾ ഏട്ടൻ വണ്ടി കഴുകുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പിള്ളേർ ചെയ്ത ക്രാഫ്റ്റാണ് ആയിരിക്കുന്നത്. അവരുടെ ഫോൺ ഉണ്ടാക്കി കളിച്ചതാണത്. അങ്ങനെ ഏട്ടൻ വണ്ടി കഴുകുന്നതെന്ന് നോക്കി കുറച്ച് നേരം നിന്നു. അത് കഴിഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോൾ മുറ്റത്ത് വീണ്ടും പുല്ല് മുളച്ചു തുടങ്ങിയിരുന്നു. അന്ന് നമ്മൾ കാട് കെട്ടി ഇത് ചെയ്തിരുന്നല്ലോ, ആളെ നിർത്തി പണി തരല്ലോ. ആ പണിത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഇതിപ്പോൾ ചെറിയ ചെറിയ ടൈൽസിൻ്റെ ഇടയിൽ നമ്മുടെ മുറ്റം മൊത്തം ടൈൽസ് വിരിച്ചിരിക്കുകയാണ്. ടൈൽസിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ പുല്ലുകൾ മുളച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അത് പറ്റുന്നത് കിട്ടുന്ന സമയം പോലെ അങ്ങ് പറിച്ച് കളയാമെന്ന് വിചാരിച്ചു. എല്ലാം കൂടെ ഒരുമിച്ച് പറിച്ച് കളയാലൊന്നും നടക്കൂല. അപ്പോൾ പറിച്ച് കളയാൻ നേരത്ത് എൻ്റെ സഹായത്തിന് ഒരാൾ എത്തിയിട്ടുണ്ടായിരുന്നു. അയാളുടെ കുഞ്ഞിക്കൈയാണ് ഇപ്പോൾ കണ്ടത്. ഇത് നമ്മുടെ വീട്ടിലെ ആകാശ വ്യൂ എടുക്കാൻ ഞാൻ നോക്കിയതാണ്. പക്ഷേ അപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. നമ്മുടെ വീട്ടിലെ പുളിയാണ് ആ സൈഡിൽ കാണുന്നത്. ആ പുളി എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ കാന്താരി മുളക് പറിക്കാൻ പോയില്ലേ, അതിനോട് ചേർന്ന് നിൽക്കുന്ന പുളിയാണ്. ആ പുളിയിൽ നിറയെ ചില്ലകളുണ്ട്. അപ്പോൾ ആ ചില്ലകൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെട്ടി നിർത്തും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ മുറ്റത്തിനോട് ചേർന്നാണ് നിൽക്കുന്നത്. അതും മെയിൻ റോഡിലേക്ക് നമ്മുടെ എൻട്രൻസ് വരുന്ന ഭാഗത്ത്. എപ്പോഴും കാറ്റ് വീശുമ്പോൾ നല്ലതുപോലെ പുളിയുടെ ഇല അങ്ങ് കൊഴിഞ്ഞു വീഴും. കൊഴിഞ്ഞു വീണ എന്താ കുഴപ്പം, വേനൽക്കാലത്താണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. മഴ പെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് അടിച്ചാൽ പോവില്ല. എത്ര നേരെ നിന്ന് മുറ്റടിച്ചാലും ആ പുളിയുടെ ഇത് കളയാൻ വേണ്ടിയിട്ട് കുറേ നേരം നമ്മൾ പണിപ്പെടേണ്ടി വരും. അങ്ങനെ കുറേ നേരം അതിൻ്റെ പുറകെ പോകും നമ്മുടെ സമയം. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ചില്ല വെട്ടി നിർത്താറുണ്ട്. പക്ഷെ കാര്യമൊന്നുമില്ല, അതിൽ നിന്ന് വീഴാനുള്ളതൊക്കെ വീഴും. പിന്നെ അത് വെട്ടിക്കളയാത്ത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് പുളി ഉണ്ടാവാറുണ്ട്. പിന്നെ മരം അങ്ങനെ വെട്ടിക്കളയേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളത് നിർത്തിയേക്കാണ്. എൻ്റെ ചില്ല മാത്രം വെട്ടി നിർത്തും ഇടയ്ക്ക്. അങ്ങനെ ഇനി മിറ്റം അടിച്ച് കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് പുറത്ത് പോകാനുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഒന്ന് പുറത്ത് പോയി വരാം എന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഏട്ടൻ വണ്ടി കഴുകി കഴിഞ്ഞിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ അത് പോയി വന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് മീൻ മേടിച്ചതിരിക്കുന്നുണ്ടായിരുന്നു. വേഗം വന്ന് ഡ്രസ്സൊക്കെ മാറ്റി മീൻ മേടിച്ചത് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ കൊഴുവയാണ് നമ്മൾ മേടിച്ചത്. ഈ ട്രോളിങ് ആയത് കാരണം വേറെ മീനൊന്നും വരുന്നില്ല എന്നാണ് കേട്ടത്. പിന്നെ പിള്ളേർക്ക് കൊടുക്കാൻ നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കൊഴുവ മേടിച്ചു. ഇനി ഇത് കുറച്ച് പീര വറ്റിക്കണം, കുറച്ച് കറിയും വെക്കണം. അപ്പം ഇന്ന് ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് ദിസ് വീഡിയോ. കീപ് സപ്പോർട്ടിങ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണമൊക്കെ കുറവാണ്. അതുകൊണ്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്